ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ഫോൺസിനൊക്കെ കിഡിലിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പ് 5 വെക്കുന്ന അടിപൊളി ഓഫേഴ്സുള്ള സ്മാർട്ട് ഫോൺസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് താഴെ ഒരു അടിപൊളി സാംസങ്ങിൻ്റെ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സാംസങ് M53 5G നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. Dimensity 9000 എന്ന പവർഫുൾ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 5000 mAh ബാറ്ററിക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അപ്പോൾ ചാർജറും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഈ ഫോണിൻ്റെ പ്രൈസായിട്ട് നോക്കുവാണെങ്കിൽ 24,999 ആണ് ഇപ്പോൾ കിടക്കുന്ന പ്രൈസ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് അതുപോലെ ICICI ബാങ്ക് കാർഡിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1250 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 23,000 ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ റിയൽമി ഫാനാണ് അല്ലെങ്കിൽ റിയൽമിയുടെ ഒരു പ്രീമിയം ഫിനിഷുള്ള ഒരു ഫോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു ഫോണാണ് റിയൽമി 10 Pro Plus 5G എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. Dimensity 1080 എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 108 മെഗാ പിക്സലിൻ്റെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. 60 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിക്ക് 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 24,999 ആണ്. അപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഒരു 23,000 ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽമിയുടെ ഈ ഒരു ഫോൺ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ റെഡ്മിയുടെ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ റെഡ്മി നോട്ട് 12 Pro 5G എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. Dimensity 1080 എന്ന് പറഞ്ഞൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 60 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസായിട്ട് വരുമ്പോൾ 24,999 ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു HDFC ബാങ്ക് അല്ലെങ്കിൽ SBIയുടെ കാർഡ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് 3,000 റുപ്പീസ് നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 21,999. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റെഡ്മി നോട്ട് 12 Pro 5G എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ളൊരു ഓഫറാണ് റിയൽമി GT Neo 3Tക്ക് കൊടുത്തിരിക്കുന്നത്. 19,999 അടിപൊളി ഒരു സ്മാർട്ട് ഫോണാണ്, ഒന്നും പറയാനില്ല. അതുപോലെയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നോർമൽ യൂസേജ് ഏതൊരു യൂസിനും ഈ ഒരു ഫോൺ അടിപൊളിയാണ്. നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. 64 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 5000 mAh ബാറ്ററിക്ക് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ബെറ്റർ ഓപ്ഷനാണ്, വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ 20,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. അതിന് വേറൊരു ഓപ്ഷനും വെക്കേണ്ട, കാരണം അതുപോലുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ iQ Neo 6ഉം റിയൽമി GT Neo 3Tയും സെയിം സ്പെസിഫിക്കേഷൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹാർഡ് കോർ iQ ഫാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വേണമെങ്കിൽ iQ ആണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം റിയൽമിനേക്കാളും ഇച്ചോടെ ഗെയിമിങ്ങിലൂടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഒരു ഊന്നൽ കൊടുത്ത് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് iQ. ഓൾമോസ്റ്റ് രണ്ടും സെയിം സ്പെസിഫിക്കേഷനിലാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ iQ Neo 6ൽ 4700 mAh ബാറ്ററിയും അപ്പുറം റിയൽമി GT Neo 3Tയിൽ 5000 mAh ബാറ്ററിയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി സ്പെക്കൊക്കെ സെയിം ആണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കണം ഏത് ഫോൺ നിങ്ങൾ ചൂസ് ചെയ്യുമെന്ന്. iQ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് iQ ചൂസ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് റിയൽമി അല്ലെങ്കിൽ റിയൽമി ചൂസ് ചെയ്യാം. ഈ ഒരു രണ്ട് ഫോണും ബെസ്റ്റാണ്. അല്ല നിങ്ങൾക്ക് ഇച്ചിരി ഗെയിമിങ്ങിനോട് ഇച്ചിരി പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് iQ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ഫോണിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തീരുന്നതിന് മുമ്പേ സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇത്രയോളം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ മികച്ചൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.